ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണോ? എല്ലാവർക്കും സുഖല്ലേ? നമ്മള് LGSന്റെ സിലബസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ അല്ലെങ്കിൽ PSC മുൻ വർഷ ചോദ്യങ്ങളിലൂടെ എങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതിനിടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് വന്നു, സോറി. ഇനി നമുക്ക് ഇന്ന് പുതിയൊരു ടോപ്പിക് പഠിച്ചാലോ? അല്ലെ, സമയം കളയണ്ടാവാ. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മൂലകങ്ങളും അവയുടെ വർഗീകരണവും. സത്യം പറഞ്ഞാൽ അത് കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് ഒരു വീഡിയോയിൽ നമുക്ക് മൊത്തം കവർ ചെയ്യാനാവില്ല. എങ്കിലും പ്രധാനപ്പെട്ട ഏരിയ നമുക്ക് ഇതിൽ കവർ ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം സിലബസ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ പഠിച്ച ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനും ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഇനി നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പൊ നമുക്ക് മൂലകങ്ങളും അവയുടെ വർഗീകരണം എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് വന്ന PSC ചോദ്യങ്ങൾ തന്നെ അങ്ങ് പരിചയപ്പെട്ടാലോ? അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും പറയാം. ഓക്കെ, കമോൺ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ക്വസ്റ്റ്യൻ നമ്പർ 1. ചുവടെ നൽകിയവയിൽ നിന്ന് ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക. ഏകാറ്റോമിക തന്മാത്ര. അപ്പോ മൂലകങ്ങൾ എന്ന് പറയുമ്പോ നമ്മൾ തന്മാത്ര മുതലേ പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. തന്മാത്ര മുതൽ തന്നെ ഏകാറ്റോമിക തന്മാത്ര, ദ്വയാറ്റോമിക തന്മാത്ര എന്നൊക്കെ നമുക്ക് മൂലകങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി ആറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക. എന്നാ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം തന്മാത്രയാണ്. തന്മാത്രയിൽ തന്നെ ഒരേ ഇനം ആറ്റങ്ങൾ മാത്രം അടങ്ങിയവയെ പറയുന്ന പേരാണിടൂ മൂലകങ്ങൾ. മൂലകങ്ങളിൽ ഒരാറ്റം മാത്രമുള്ള മൂലകങ്ങളെ പറയുന്ന പേരാണ് ഏകാറ്റോമിക തന്മാത്ര. ഒരാറ്റം മാത്രമുള്ളത് കേട്ടോ, ഏകാറ്റോമിക എന്ന് പറയും. ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം ഏത് എന്നാണ് ഇപ്പൊ ഈ ചോദ്യം. ഇനി ഈ ചോദ്യത്തില് ഓപ്ഷൻ അല്ലാതെ വേറെ ഏത് ഓപ്ഷൻ തന്നു കഴിഞ്ഞാലും നമുക്ക് ഉത്തരം കണ്ടെത്താനാവണം. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, ഏകാറ്റോമിക തന്മാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അലസവാതകങ്ങളും ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണമാണ്. അലസവാതകങ്ങൾ. ഇനി ഇത് കൂടാതെയോ, അലസവാതകങ്ങളെ കൂടാതെ ലോഹങ്ങൾ, എല്ലാ ലോഹങ്ങളും ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ്. ലോഹങ്ങൾ. അപ്പൊ അലസവാതകങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും നോക്കാല, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം അല്ലെ. അലസവാതകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയം, നിയോണ്, ആർഗണ്, ക്രിപ്റ്റൺ, സെനോൺ, റഡോൺ, ഇതെല്ലാം അലസവാതകങ്ങളാണ്. കൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഓർഗാനസാണ്. ഇനി അലസവാതകങ്ങളെ കൂടാതെ ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമായിട്ടുള്ള വേറൊരു കൂട്ടരാണ് ലോഹങ്ങൾ. ലോഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, ഇതൊന്നും കൂടാതെ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഇതെല്ലാം ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താലോ. ചുവടെ നൽകിയവയിൽ നിന്ന് ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക. നോക്കൂ, ഓപ്ഷൻ സി ഹീലിയം ഒരു അലസവാതകമാണ്. അതൊരു ഏകാറ്റോമിക തന്മാത്രയാണ്. എന്നാ നമ്മൾ സാധാരണ കാണുന്ന മറ്റു വാതകങ്ങളൊക്കെ ഇല്ലേ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, ഇതെല്ലാം നോക്കിയേ രണ്ട് ആറ്റങ്ങൾ ചേർന്നിട്ടാണ്. അതായത് ഇവരെല്ലാം ദ്വയാറ്റോമിക തന്മാത്രകളാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വേറൊരു എക്സാമ്പിൾ കൂടി പഠിച്ചു വെക്കുക. ഏകാറ്റോമിക, ദ്വയാറ്റോമിക, ഇതല്ലാതെ വേറൊരു ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട് കേട്ടോ. അത് ബഹു അറ്റോമിക തന്മാത്രയാണ്. ബഹു അറ്റോമിക, അതായത് രണ്ടിൽ കൂടുതൽ ആറ്റങ്ങളുള്ളവരെ നമുക്ക് എന്ത് വിളിക്കാം? ബഹു അറ്റോമിക തന്മാത്രകൾ. അപ്പൊ ഇത് ദ്വയാറ്റോമികയാണ്. ബഹു അറ്റോമികക്ക് കൂടി ഉദാഹരണം പഠിച്ചു വെക്കണേ. ബഹു അറ്റോമിക. അതിന് ഉദാഹരണമാണ് ഫോസ്ഫറസ്. ഒരു ഫോസ്ഫറസിന്റെ തന്മാത്രയിൽ 4 ആറ്റങ്ങൾ ഉണ്ട്. സൾഫർ, ഒരു സൾഫർ തന്മാത്രയിൽ 8 ആറ്റങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ഉദാഹരണങ്ങൾ കൂടി പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോവാണ്. രണ്ടാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദ്യത്തെ കൃത്രിമ മൂലകം ഏത്? ആദ്യത്തെ കൃത്രിമ മൂലകം. ഓപ്ഷൻസ് നോക്കൂ. ടെക്നീഷ്യം, യുറേനിയം, ടെലൂറിയം,
പ്രോമിത്തിയം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പ്രോമിത്തിയം മുൻവർഷ ക്വസ്റ്റ്യനുകളാണ്, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി അപ്പൊ ആദ്യത്തെ കൃത്രിമ മൂലകം കണ്ടെത്തുന്നതിന് മുമ്പ് ആകെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. ടോട്ടൽ ആകെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണോ? 118 ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ്. അതിൽ അറ്റോമിക് നമ്പർ 92 വരെ സാധാരണ മൂലകങ്ങളാണ്. അറ്റോമിക നമ്പർ 92 വരെ സാധാരണ മൂലകങ്ങളാണ്. എന്നാൽ 2 മൂലകങ്ങൾ ഇതിനുള്ളിൽ കൃത്രിമ മൂലകങ്ങളായിട്ടുണ്ട്. അപ്പൊ അവയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സാധാരണ മൂലകങ്ങളുടെ എണ്ണം 90 എന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 118 ആണെന്ന് മനസ്സിലാക്കി. ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണെന്ന് അറിയോ? ടെക്നീഷ്യം. നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതിയോ, ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ മൂലകം ടെക്നീഷ്യം. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം. ഓക്കെ, രണ്ടാമത്തെ കൃത്രിമ മൂലകമാണ് പ്രോമിത്തിയം. ടെക്നീഷ്യത്തിന്റെ അറ്റോമിക നമ്പർ ഓർത്തിരിക്കുക 43. ക്ലിയർ ആണ്? അപ്പൊ ആദ്യത്തെ കൃത്രിമ മൂലകം റെഡിയായി. ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ചോദ്യമാണ്. W എന്നത് ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? മൂലകങ്ങൾക്ക് പേര് നൽകുന്നതും പ്രതീകങ്ങൾ നൽകുന്നതും പ്രത്യേകം ഓർത്തു വെച്ചോളൂ. നമുക്ക് എക്സാമിന് ചോദ്യം വരാൻ സാധ്യത വളരെയധികമുള്ളതാണ്. മൂലകങ്ങൾക്ക് പേര് കൊടുക്കാൻ പല വഴികളുണ്ട്. ശാസ്ത്രജ്ഞരുടെ പേരിൽ നിന്ന്, സ്ഥലത്തിന്റെ പേരിൽ നിന്ന്, വൻകരയുടെ പേരിൽ നിന്ന്, ഗ്രഹങ്ങളുടെ പേരിൽ നിന്ന്, നിറങ്ങളുടെ പേരിൽ നിന്ന് ഒക്കെ മൂലകങ്ങൾക്ക് പേര് നൽകുന്നുണ്ട്. ഇതില് ശാസ്ത്രജ്ഞരുടെ അതുപോലെ വൻകരയുടെ ഒക്കെ പേരിൽ നിന്നുള്ള മൂലകങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാം. ഓപ്ഷനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ നിറങ്ങളുടെ പേരിൽ നിന്ന് പേര് വന്ന കുറച്ച് മൂലകങ്ങൾ ഉണ്ടോ, അവരെ നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അവരാരൊക്കെയാണെന്ന് ആദ്യം അങ്ങ് പഠിച്ചു വെച്ചാലോ. വാ, നിറങ്ങളിൽ നിന്ന് പേര് വന്നവർ. നിറങ്ങളിൽ നിന്ന് പേര് വന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം. നിറങ്ങളിൽ നിന്ന് പേര് വന്നവർ ഒന്നാമത്തെ ആള് ക്ലോറിൻ. ക്ലോറിൻ ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുള്ളതാണ്. ക്ലോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച എന്ന അർത്ഥമാണ്. അപ്പൊ ക്ലോറസ് എന്ന അർത്ഥമുള്ള ഒലീവ് ഗ്രീൻ അല്ലെ, മഞ്ഞ കലർന്ന പച്ച എന്ന അർത്ഥമുള്ള ക്ലോറസ് എന്ന പദത്തിൽ നിന്നാണ് ക്ലോറിന് പേര് വന്നത്. രണ്ടാമത്തത് ക്രോമിയം. ഇതും ഇപ്പടുത്ത് PSCക്ക് ചോദ്യം വന്നതാണ്. ക്രോമിയം നിറത്തിൽ നിന്ന് പേര് വന്നു. മൂന്നാമത്തത് റുബീഡിയം. നിറത്തിൽ നിന്ന് പേര് വന്ന മറ്റൊരു മൂലകമാണ് റുബീഡിയം. 4 ഇന്ത്യം. ഇന്ത്യം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് അറിയാതെ ഇന്ത്യ എന്ന് കുത്താൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ഇൻഡിഗോ എന്ന് പറയുന്ന നിറത്തിൽ നിന്ന് പേര് വന്ന മൂലകമാണ്. അഞ്ചാമതൊന്ന് സീസിയം. ഇത്രയും മൂലകങ്ങൾക്ക് നിറത്തിൽ നിന്ന് പേര് വന്നതാണ്. ഓക്കെ, അപ്പോ താഴെ തന്നിരിക്കുന്ന നിറത്തിൽ നിന്ന് പേര് വന്ന മൂലകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഉത്തരം പറയാലോ. ഇനിയടോ, ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് W എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ വന്നത് അല്ലെ, ലാറ്റിൻ ഭാഷയിലെ പേരിൽ നിന്ന് പ്രതീകങ്ങൾ വന്ന കുറച്ച് മൂലകങ്ങളുണ്ട്. അവരെ നമുക്കിങ്ങനെ പെട്ടെന്ന് ഈ പ്രതീകം കണ്ടു കഴിഞ്ഞാൽ തരം തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പൊ ഹൈഡ്രജൻ H, ഓക്സിജൻ O, ബോറോൺ B, ഇതൊക്കെ നമുക്ക് ഓപ്ഷനിൽ തിരഞ്ഞെടുക്കാം. എന്നാൽ ഈ ലാറ്റിൻ ഭാഷയിലെ പദങ്ങളിൽ നിന്ന് പേര് വന്ന മൂലകങ്ങളെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഓപ്ഷനിൽ നിന്ന് എടുക്കാനാവൂല. അപ്പൊ ആ മൂലകങ്ങളെ പേരുകള് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഏതൊക്കെയാണ് ആ മൂലകങ്ങൾ എന്ന് നോക്കിയാലോ. ലാറ്റിൻ പദത്തിലെ പദങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ലാറ്റിൻ ഭാഷയിലെ പദങ്ങളിൽ നിന്ന് പേര് വന്ന മൂലകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കമോൺ. ഒന്നാമത്തത് സോഡിയം. സോഡിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ പ്രതീകം Na എന്നാണ്. കാരണം അതിന്റെ ലാറ്റിൻ പേര് നാട്രിയം എന്നാണ്. പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ പ്രതീകം എന്താണെന്ന് അറിയോ? K. പൊട്ടാസ്യത്തിന്റെ പ്രതീകം K ആണ്. ഇനി വേറൊന്ന് പറയാം, സ്വർണം. സ്വർണത്തിന്റെ ലാറ്റിൻ പേര് ഓറം എന്നായതുകൊണ്ടാണ് അതിന്റെ പ്രതീകം Au എന്നായത്. ഇനി ഒന്ന് വെള്ളി.
വെള്ളിയുടെ ലാറ്റിൻ പേരെന്താണെന്ന് അറിയോ? അർജന്റം. അതുകൊണ്ടാണ് പ്രതീകം എന്തു വന്നത്? Ag. ചെമ്പ്, മനുഷ്യൻ ഏറ്റവും ആദ്യം ഉപയോഗിച്ച ലോഹം ചെമ്പാണ് അല്ലേ? ചെമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കോപ്പർ എന്ന് ഉദ്ദേശിക്കുമെങ്കിലും ലാറ്റിൻ പേര് കുപ്രം എന്നാണ്. അതുകൊണ്ട് പ്രതീകം Cu എന്നാണ്. Cu. ഇനി വേറൊന്ന് നോക്കാം. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് മെർക്കുറി ഇല്ലേ? മെർക്കുറിയുടെ ലാറ്റിൻ പേര് Hg, ഹൈഡ്രാർജിറം എന്ന് പറയുന്ന ലാറ്റിൻ പേരിൽ നിന്ന് പ്രതീകം Hg എന്നാണ്. മെർക്കുറി സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലും ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹമായതുകൊണ്ടാണ്. അങ്ങനെയാവുമ്പോൾ ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹവും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് മറ്റാരുമല്ലടോ, ബൾബുകളിൽ ഫിലമെന്റ് ആയി ഉപയോഗിക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൺ. ബൾബുകളിൽ ഫിലമെന്റ് ആയി ഉപയോഗിക്കുന്ന ടങ്സ്റ്റണിന്റെ പ്രതീകം W. ലാറ്റിൻ പേര് വുൾഫ്രം എന്നാണ്. അപ്പൊ W ഏതിൻ്റെന്നുള്ളതിന്റെ ഉത്തരം കിട്ടിയല്ലോ. അടുത്തത് വെളുത്തീയം എന്ന് നമ്മൾ പറയുന്ന ടിൻ, ഏറ്റവും അധികം സ്ഥിര ഐസോട്ടോപ്പുള്ള മൂലകമായ ടിന്നിന്റെ പ്രതീകം Sn എന്നാണ്. കാരണം ഇതിന്റെ ലാറ്റിൻ പേര് സ്റ്റാനം എന്നാണ്. കറുത്തീയം എന്നറിയപ്പെടുന്നത് ലെഡാണ്. എക്സ്റേ തടുക്കുന്ന ലോഹമായ കറുത്തീയം. ലെഡിന്റെ ലാറ്റിൻ പേര് പ്ലംബമാണ്. അപ്പൊ ഇത്രയും മൂലകങ്ങളുടെ പ്രതീകങ്ങളൊന്ന് പ്രത്യേകം പഠിച്ചു വെച്ചോളൂ. ലാറ്റിൻ പേരിൽ നിന്ന് പ്രതീകങ്ങൾ വന്നതുകൊണ്ടാണ് ഇത്. നമുക്ക് സോഡിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക S എന്നൊക്കെ ആയിരിക്കും, പക്ഷെ അതല്ല, Na ആണ്, ഓർത്തിരിക്കുക. അപ്പൊ ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ. സോഡിയം ലാറ്റിൻ പേര് നാട്രിയം, പ്രതീകം Na. പൊട്ടാസ്യം ലാറ്റിൻ പേര് കാലിയം, പ്രതീകം K. സ്വർണം ലാറ്റിൻ പേര് ഓറം, പ്രതീകം K. വെള്ളി അർജന്റം Ag. ചെമ്പ് കുപ്രം Cu. മെർക്കുറി ഹൈഡ്രാർജിറം Hg. ടങ്സ്റ്റൺ വൂൾഫ്രം W. ടിന്ന് സ്റ്റാനം Sn. ലെഡ് പ്ലംബം Pb. ഓക്കെ ആണ്. അപ്പൊ ഇതുകൂടി എന്തായാലും പഠിച്ചു വെച്ചോളൂ. പരീക്ഷയ്ക്ക് പോണതിന് മുന്നേ നോക്കാം ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് W. യെസ്, ഇനി ഡൗട്ട് ഇല്ല അല്ലേ? ഏതാ? ടങ്സ്റ്റൺ. അതിന്റെ ഓപ്ഷൻ ഞാൻ തന്നത് തെറ്റിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓപ്ഷൻ ടങ്സ്റ്റൺ ആണ് ട്ടാ. ടങ്സ്റ്റൺ, അതുപോലെ W എന്ന് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് വനേഡിയം, ഇതൊക്കെയാണ് അതിൽ ഓപ്ഷൻ തരുന്നത്. അപ്പൊ W എന്നത് ടങ്സ്റ്റണിന്റെ പ്രതീകമാണ്. ഓക്കെ ആണ്. അതുപോലെ തന്നെ താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തതേത്? മെന്റലീവിയം, റൂദർഫോർഡിയം, തോറിയം, ക്യൂറിയം. അപ്പൊ ഇങ്ങനെ വരുമ്പോ നോക്കിയേ, മെന്റലീവിയം, റൂദർഫോർഡിയം, ക്യൂറിയം എല്ലാം സയന്റിസ്റ്റിന്റെ പേരിൽ നിന്ന്, ശാസ്ത്രജ്ഞരുടെ പേരിൽ നിന്ന് പേര് വന്നത്. തോറിയം മാത്രമാണ് അതിൽ ശാസ്ത്രജ്ഞരുടെ പേരിൽ നിന്ന് പേര് വരാത്തത്. അപ്പോ മൂലകങ്ങൾക്ക് പേര് വന്ന വഴി എങ്ങനെയാണ് വന്നത്? ശാസ്ത്രജ്ഞരുടെ പേരിൽ നിന്ന്, സ്ഥലത്തിന്റെ പേരിൽ നിന്ന്, വൻകരയുടെ ഭൂഖണ്ഡത്തിന്റെ പേരിൽ നിന്നൊക്കെ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. W എന്നത് ടങ്സ്റ്റൺ എന്ന് പറയുന്ന മൂലകത്തിന്റെ പ്രതീകമാണ്. ഓക്കെ ആണേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് ക്വസ്റ്റ്യൻ മാറിപ്പോയതാണല്ലേ? ശരി. ഓപ്ഷൻ മാറിയതല്ല, ക്വസ്റ്റ്യൻ മാറിയതാണ്. ഇപ്പൊ ശരിയാക്കി തരാം. ആ ചെറിയ സ്പാനർ ഒന്നും എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ റെഡിയാക്കി തരാം. ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? ടങ്സ്റ്റൺ. W. ഉത്തരം ടങ്സ്റ്റൺ. ക്ലിയർ ആയേ? ഇപ്പൊ ശരിയായോ? അടുത്തത് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നാലാമത്തെ ചോദ്യം, ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് മൂലകങ്ങളെ തരംതിരിച്ച് വർഗീകരിച്ച ശാസ്ത്രജ്ഞനാര്? നമ്മളെ സിലബസിൽ തന്നതൊന്ന് ശ്രദ്ധിക്കുക. മൂലകങ്ങളുടെ വർഗീകരണം. ഇപ്പൊ മൂലകങ്ങളെ കുറിച്ചുള്ള ഏകദേശം കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി മൂലകങ്ങളുടെ വർഗീകരണം എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോകാം. ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് മൂലകങ്ങളെ വർഗീകരിച്ചതും മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചതും ഒക്കെ ആരാണ്? ലാവോഷിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്.
ലാവൂഷിയർ. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാവൂഷിയാണ് ഉത്തരം. അതേപോലെ തന്നെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും മൂലകങ്ങളെ വർഗീകരിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ഏതാണ്? ലാവൂഷിയർ ആണ്. ഓർത്തിരിക്കുക. ലാവൂഷിയർ വേറെയും ഒന്ന് രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് അറിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാടോ? ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് അതും ലാവൂഷിയർ തന്നെയാണ്. ക്ലിയർ ആണ്? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം നോക്കടോ. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരെ ഒക്കെ നമുക്ക് അങ്ങ് പഠിച്ചെടുക്കാം. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായി ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ത്രികങ്ങൾ, അഷ്ടകങ്ങൾ, അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ, അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ. ബി കോളത്തിൽ തന്നത് ആരൊക്കെയാണ്? മെൻഡലിയഫ്, മോസ്ലി, ന്യൂലാൻഡ്സ്, ഡൊബറൈനർ. നമുക്ക് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാം അല്ലെ. അത് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ മൂലകങ്ങളുടെ വർഗീകരണം എന്ന് പറയുന്ന ഈ ഭാഗത്തു നിന്നുള്ള ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കണ്ടെത്താം. റെഡിയാണല്ലോ? അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള ശാസ്ത്രജ്ഞരുടെ പേരൊക്കെ അങ്ങ് പഠിച്ചു വെക്കാൻ പോവാണ്. ആദ്യം മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാവൂഷിയർ. എടോ, 7 ശാസ്ത്രജ്ഞരെ പേരാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ആളെ പേരാണ്, ഒന്നാമത്തെ ആളെ പേരാണ് ലാവൂഷിയർ. ലാവൂഷിയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു, മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചു. ഇദ്ദേഹത്തിന്റെ വർഗീകരണത്തിന്റെ പോരായ്മ എന്താന്നുകൂടി മനസ്സിലാക്കുക. ഉപലോഹങ്ങളെ ഉൾപ്പെടുത്താനായില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ സയന്റിസ്റ്റ് ഡൊബറൈനർ ആണ്. ഡൊബറൈനറുടെ വർഗീകരണം അറിയപ്പെടുന്ന പേര് ത്രികങ്ങൾ എന്നാണ്. ത്രികകം എന്ന വർഗീകരണം കൊണ്ടുവന്നത് ഡൊബറൈനർ ആണ്. 3 മൂലകങ്ങൾ അടങ്ങിയ ചെറു ഗ്രൂപ്പുകൾ. മൂന്നാമത്തെ ആള് നമുക്ക് പഠിക്കാനുള്ളത് ചാൻകോർട്ടോയ്സ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്. ശരിക്കും നമുക്ക് ചാൻകോർട്ടോയ്സിനെ താഴ്ന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നില്ല, എന്നാലും അദ്ദേഹത്തിന്റെ പേരൊന്ന് ഓർത്തിരിക്കുക. ചാൻകോർട്ടോയ്സ് ടെലൂറിക് ഹെലിക്സ് മാതൃക അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ രീതിയിലുള്ള ഒരു വർഗീകരണമാണ് കൊണ്ടുവന്നത്. സിലിണ്ട്രിക്കൽ രീതിയിലുള്ള ഒരു സിലിണ്ടറിന് ചുറ്റും ഇങ്ങനെ മൂലകങ്ങളെ ക്രമീകരിക്കുന്ന രീതിയിൽ. നാലാമത് നമുക്ക് പഠിക്കാനുള്ള സയന്റിസ്റ്റ് ന്യൂലാൻഡ്സ് ആണ്. ന്യൂലാൻഡ്സിന്റെ വർഗീകരണം അറിയപ്പെടുന്ന പേര് അഷ്ടമ നിയമം എന്നാണ്. അഷ്ടമ നിയമം അതായത് മൂലകങ്ങളെ അറ്റോമിക മാസ് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിക്കുമ്പോൾ ഓരോ 8ാമത്തെ മൂലകവും 1ാമത്തെ മൂലകവുമായി ഒരു സിമിലാരിറ്റി കാണിക്കുന്നു എന്ന് പറയുന്നതാണ് അഷ്ടമ നിയമം. ശരിക്കും അഷ്ടമ നിയമം അറ്റോമിക മാസ് കുറഞ്ഞ മൂലകങ്ങളിൽ മാത്രമേ ബാധകമായിട്ടുള്ളൂ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അഷ്ടമ നിയമം ചെറിയ അറ്റോമിക മാസ് കുറഞ്ഞ കൂടിയ മൂലകങ്ങളിലൊന്നും ഇത് ശരിക്കും പാലിക്കപ്പെടുന്നില്ല. 5ാമത്തെ സയന്റിസ്റ്റ് മെൻഡലിയഫ് ആണ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലിയഫ് ആണ്. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയഫ് ആണ്. മെൻഡലിയഫിന്റെ വർഗീകരണം അറിയപ്പെടുന്ന പേര് ക്രമാവർത്തന നിയമം എന്നാണ്. ക്രമാവർത്തന നിയമം. പീരിയോഡിക് ലോ. അപ്പൊ ആദ്യമായി പീരിയോഡിക് ലോ അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ പറയാം? മെൻഡലിയഫ്. ക്രമാവർത്തന നിയമം എന്ന് പറയുമ്പോൾ 1-2 പോയിന്റ് കൂടി ഓർത്തിരിക്കുക. ഇദ്ദേഹം ഈ ക്രമാവർത്തന നിയമം അവതരിപ്പിച്ചത് 1869 അതിന്റെ 150ാം വാർഷികമായ 2019 150ാം വാർഷികമായ 2019 അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിച്ചു. പീരിയോഡിക് ടേബിൾ ഇയർ. ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിച്ചു. അപ്പൊ ഓർത്തിരിക്കുക, അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷം 2019 ഇത് മെൻഡലിയഫ് ക്രമാവർത്തന നിയമം അവതരിപ്പിച്ചതിന്റെ 150ാം വാർഷികമാണ്.
മെൻഡലിയഫിന്റെ ക്രമാവർത്തന നിയമം എന്ന് പറയുന്നത് അറ്റോമിക മാസിനെ അടിസ്ഥാനമാക്കിയാണ്. അറ്റോമിക മാസ് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എന്ന ക്രമത്തിലാണ് മെൻഡലിയഫ് മൂലകങ്ങളെ വർഗീകരിച്ചത്. ഒരുപാട് സവിശേഷതകളുണ്ട് മെൻഡലിയഫിന്റെ വർഗീകരണത്തിന്. അതിൽ ഏറ്റവും പ്രധാനം മെൻഡലിയഫ് ഭാവിയിൽ കണ്ടുപിടിക്കാൻ പോകുന്ന മൂലകങ്ങളെ വരെ പ്രവചിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ മെൻഡലിയഫ് പ്രവചിച്ച 2 മൂലകങ്ങളുടെ പേര് ഓർത്തിരിക്കുക. ഒന്ന്, ഏക അലൂമിനിയം എന്ന് മെൻഡലിയഫ് താൽക്കാലികമായി പേരിട്ട് വിളിച്ച മൂലകം, അതാണ് ഗാലിയം. ഈ മൂലകത്തെ കുറിച്ച് മെൻഡലിയഫ് പറഞ്ഞത് കൈവെള്ളയിലിരുന്നാൽ ഉരുകിപ്പോകുമെന്നാണ്. അതേപോലെ മെൻഡലിയഫ് പ്രവചിച്ച മറ്റൊരു മൂലകമാണ് ഏക സിലിക്കൺ എന്ന് പേരിട്ട് വിളിച്ച ജർമേനിയം. അപ്പൊ ഇതെല്ലാം മെൻഡലിയഫിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളാണ്. മെൻഡലിയഫിന്റെ വർഗീകരണത്തിന് ഇത്രയും മേന്മകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതും തള്ളിക്കളയുകയാണ് ചെയ്തത്, അല്ലെ? ഇതല്ല ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ മെൻഡലിയഫിന്റെ വർഗീകരണത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തി മൂലകങ്ങളുടെ വർഗീകരണം അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലല്ല, അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞത് ഹെൻറി മോസ്ലിയാണ്. മോസ്ലി മൂലകങ്ങളുടെ വർഗീകരണം അപ്പൊ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തു പറയാം? ഹെൻറി മോസ്ലി. ഹെൻറി മോസ്ലിയുടെ വർഗീകരണം അറിയപ്പെടുന്ന പേര് ആധുനിക ആവർത്തന പട്ടിക എന്നാണ്. അപ്പൊ മൂലകങ്ങളുടെ വർഗീകരണം അവസാനിപ്പിച്ചത് ആധുനിക ആവർത്തന പട്ടികയോട് കൂടിയാണ്. അപ്പൊ ഇത്രയും കാര്യം മൂലകങ്ങളുടെ വർഗീകരണം എന്ന് പറയുന്ന ഏരിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ക്ലിയർ ആണ് മൂലകങ്ങളുടെ വർഗീകരണം. ശരി, ഇനി ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പറയാലോ. തൃക്കക്കം. തൃക്കങ്ങൾ എന്ന വർഗീകരണം കൊണ്ടുവന്നത് ഇവിടെ ആരാണ്? ഡൊബറൈനർ, അല്ലേ? ഡൊബറൈനർ, ഓപ്ഷൻ ഡി ആണ്. അതുപോലെ അഷ്ടകങ്ങൾ എന്ന വർഗീകരണം കൊണ്ടുവന്നത് ആരാണ്? ന്യൂലാൻഡ്സ് ആണ്, ഓപ്ഷൻ സി. അടുത്തത് അറ്റോമിക ഭാരത്തെ അടിസ്ഥാനമാക്കി വർഗീകരിച്ചത് മെൻഡലിയഫ് ആണ്, ഓപ്ഷൻ എ. അറ്റോമിക നമ്പറിനെ അടിസ്ഥാനമാക്കി വർഗീകരിച്ചത് ഓഫ് കോഴ്സ് ഒരാൾ മാത്രമേ ഉള്ളൂ, അതാരാണ്? ഹെൻറി മോസ്ലി, ഓപ്ഷൻ ബി. DCAB എന്ന ഓപ്ഷൻ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 4, 3, 1, 2 അങ്ങനെ വരുന്നത് ഇതിൽ ഏതാണോ? 4, 3, 1, 2 അല്ലെ? ഇത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആയേ? മനസ്സിലായോ? വലിയൊരു കാര്യമാണ്. നമ്മൾ ആ ഒരു ചോദ്യത്തിന്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തു കേട്ടാ. ആറാമത്തത്, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട തൃകങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇനി ഇതൊക്കെ ഈസി ആയിട്ട് ഉത്തരം എഴുതാം, അല്ലേ? ആരാണ്? ഡൊബറൈനർ. ഞാനതെന്റെ കയ്യിലെടുത്തു വെച്ചാൽ മതി, അത് ഉരുകുമെന്ന് മെൻഡലിയഫ് പ്രവചിച്ചത് ഏത് മൂലകത്തെ കുറിച്ചാടോ? ഗാലിയം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ചോദ്യം, ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണയിക്കാത്ത മൂലകം ഏത്? കൃത്യമായ സ്ഥാനം നിർണയിക്കാത്തത് ഹീലിയം, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ. ഇത്രയും ഓപ്ഷൻ ഉണ്ട്. ഹീലിയമാണ്, ഹൈഡ്രജൻ ആണ് അതിന്റെ ശരിയായ ഉത്തരം. കാരണം ഹൈഡ്രജൻ ഒരു ലോഹമോ അലോഹമോ അല്ലാത്ത മൂലകമാണ്. ലോഹമാണെന്നോ അലോഹമാണെന്നോ നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല ആരെ? ഹൈഡ്രജന്. അതുകൊണ്ട് ഹൈഡ്രജന് ആവർത്തന പട്ടികയിൽ കൃത്യമായ സ്ഥാനമില്ല. 9ാമത്തെ ചോദ്യം, പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഒരു സംശയവും വേണ്ട ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ മാത്രമല്ല സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകവും ഏത് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ് സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത്. എന്നാ പ്രപഞ്ചത്തിലും സൂര്യനിലും ഏറ്റവും അധികം കാണപ്പെടുന്ന 2ാമത്തെ മൂലകം ഹീലിയമാണ് കേട്ടോ. 10ാമത്തെ ചോദ്യം നോക്കിയിടോ. 10ാമത്തത്, SP ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര്. ആവർത്തന പട്ടികയിൽ 18 ഗ്രൂപ്പുകൾ 18, 7 പീരിയഡുകളും 4 ബ്ലോക്കുകളുമാണുള്ളത്. ആവർത്തന പട്ടികയിൽ 4 ബ്ലോക്ക്. ഈ 4 ബ്ലോക്കിൽ S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക്, ഇങ്ങനെ 4 ബ്ലോക്ക് ഉണ്ട്.
ഇതിലെ SP ബ്ലോക്ക് 2 ബ്ലോക്കിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. ഓപ്ഷൻ ബി, പ്രാതിനിധ്യ മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങളെയാണ് നമ്മൾ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ ആണ്. ഞാൻ ഓരോന്നിന്റെ കൂടെയും ഒരുപാട് അഡീഷണൽ പോയിന്റുകൾ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക, പഠിക്കുക. 11ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. ഭൂവൽക്കത്തിൽ ഓക്സിജൻ. എന്നാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം എന്നാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ ഉത്തരം ഏതായിരിക്കും? അലൂമിനിയമാണ്. അലൂമിനിയം. ഭൂവൽക്കത്തിലും പ്രപഞ്ചത്തിലും അന്തരീക്ഷത്തിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങളെ ഓർത്തിരിക്കാൻ വേണ്ടി പഠിക്കുന്ന ഒരു ചെറിയ കോഡാണ് ബൊഫാൻ, അല്ലെ? ബൊഫാൻ. അതായത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ. അങ്ങനെ ഒരു ചെറിയ കോഡ് പറയാറുണ്ട്. ഓക്കെ, 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 12ാമത്തെ, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യം വേണ്ടുന്ന മൂലകം. അതേതാ ഉത്തരം? സോഡിയമാണോ, കാൽഷ്യമാണോ, മഗ്നീഷ്യമാണോ, അതോ ഇതൊന്നുമല്ലേ? കാൽഷ്യമാണ് കേട്ടോ. എല്ല്, പല്ല് എന്നിവ രാസപരമായി കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. സോ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം, മുതിർന്നവരിൽ എല്ലിന് കാഠിന്യം കൂടാൻ കാരണമായ മൂലകം, അതെല്ലാം എന്താണ്? കാൽഷ്യമാണ്. എന്നാൽ സോഡിയം എന്ന് പറയുന്നത് ശരീരത്തിൽ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിന്, അതേപോലെ ശരീരത്തിൽ നാഡീകോശങ്ങളുടെ ആരോഗ്യത്തിന് ഒക്കെ ആവശ്യമായ മൂലകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സോഡിയമാണ് ഉത്തരം. ഓക്കെ ആണ്. എന്നാൽ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയ ലോഹം, രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയ ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരുമ്പാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. 13ാമത്തെ ചോദ്യം, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ ആണെന്നും 78% പഠിച്ചു വെച്ചോളുക. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജൻ ആണ്, 21%. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂന്നാമത്തെ മൂലകം, മൂന്നാമത്തെ വാതകം ആർഗൺ ആണോ, 0.9%. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന നാലാമത്തെ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, 4th പ്ലേസ് ആണ്, 0.03%. ഓക്കെ, 14ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം. 16ാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ഓക്സിജൻ കുടുംബമാണ്. ഓക്സിജൻ കുടുംബം. അപ്പൊ അതിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏത് തന്നെയായിരിക്കും? ഓക്സിജൻ ആണ്. എന്നാൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഏറ്റവും ക്രിയാശീലത, ആവർത്തന പട്ടികയിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലൂറിൻ ആണ് കേട്ടോ ഉത്തരം. മാത്രമല്ല ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ഏത് തന്നെയാണ്? ഫ്ലൂറിൻ ആണ്. ക്ലിയർ ആണ്? 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങൾ. അത് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഇവർ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കും. ഇപ്പോ ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന കോപ്പർ സൾഫേറ്റ്, ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്ന ഫെറസ് സൾഫേറ്റ്, വൈറ്റ് വിട്രിയോൾ സിങ്ക് സൾഫേറ്റ്, ഇതെല്ലാം പൊട്ടാസ്യം പെർമാംഗനേറ്റ് പേർപ്പിൾ കളർ. അപ്പൊ ഇങ്ങനെ നിറമുള്ള സംയുക്തങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സംക്രമണ മൂലകങ്ങൾ. അപ്പൊ ഡി ബ്ലോക്ക് മൂലകങ്ങൾ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ ആണ്. ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് 1ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്, ഫസ്റ്റ് ഗ്രൂപ്പ്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് 2ാം ഗ്രൂപ്പാണ്, സെക്കൻഡ് ഗ്രൂപ്പ്. അടുത്തത് 16ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഏഷ്യൻ മൂലകത്തിന്റെ പേര് നൽകിയിരിക്കുന്ന ആവർത്തന പട്ടികയിലെ ഒരേ ഒരു മൂലകം.
ഏഷ്യൻ രാജ്യത്തിന്റെ പേര്. രാജ്യങ്ങളെ പേരിൽ നിന്ന് പേര് വന്ന മൂലകങ്ങൾ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ? എന്നാൽ ഏഷ്യൻ രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു മൂലകയുള്ളൂ, അത് ഇന്ത്യമല്ല, ടെന്നസീൻ അല്ല, നിഹോണിയമാണ് ഉത്തരം. നിഹോണിയം. ഈ നിഹോണിയം അതുപോലെ തന്നെ കൂടെയുള്ള ഒരു 3 മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ പുതുതായി ചേർക്കപ്പെട്ട മൂലകങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവ വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. അറ്റോമിക നമ്പർ 113, അറ്റോമിക നമ്പർ 115, അറ്റോമിക നമ്പർ 117, അറ്റോമിക നമ്പർ 118. ഇവരാണ് ആവർത്തന പട്ടികയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മൂലകങ്ങൾ. 113ാമത്തെ മൂലകത്തിന്റെ പേര് നിഹോണിയം എന്നാണ്. ഇതാണ് ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേരിൽ നിന്ന് പേര് വന്ന മൂലകം. പ്രതീകം NH. കാരണം ഇത് കണ്ടെത്തിയത് ജപ്പാൻകാരാണ്. അപ്പൊ ജപ്പാനിന്റെ മറ്റൊരു പേരായ നിഹോൺ എന്ന പേരിൽ നിന്ന് ഇതിന് നിഹോണിയം എന്നുള്ള പേര് നൽകി. 115ാമത്തെ മൂലകത്തിന്റെ പേര് മോസ്കോവിയം എന്നാണ് കേട്ടോ. മോസ്കോവിയം റഷ്യക്കാർ കണ്ടെത്തിയതാണ്. ആ സ്ഥലത്തിന്റെ പേരിൽ നിന്ന് അവര് മോസ്കോ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരിൽ നിന്ന് മോസ്കോവിയം എന്ന പ്രതീകം നൽകി. 117ാമത്തെ മൂലകം ടെന്നസീൻ ആണ് കേട്ടോ. ടെന്നസീൻ പ്രതീകം TS ആണ്. ഇതും കണ്ടെത്തിയത് ഏത് രാജ്യക്കാർ തന്നെയാണ്? റഷ്യക്കാർ തന്നെയാണ്. സ്ഥലത്തിന്റെ പേരിൽ നിന്ന് തന്നെയാണ് ഈ മൂലകത്തിന്റെ പേര് വന്നത്. 118ാമത്തെ മൂലകം പ്രധാനപ്പെട്ടതാണ്, ഒഗാനസൺ. ആവർത്തന പട്ടികയിലെ അവസാന മൂലകമാണ് ഈ ഒഗാനസൺ. പ്രതീകം OG എന്നാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ലേറ്റസ്റ്റ് ആയി വന്ന മൂലകങ്ങളിൽ ബാക്കിയുള്ള മൂലകങ്ങളൊക്കെ സ്ഥലത്തിന്റെ പേരിൽ നിന്ന് പേര് വന്നതാണെങ്കിൽ ഒഗാനസൺ ഒരു ശാസ്ത്രജ്ഞന്റെ പേരിൽ നിന്ന് പ്രതീകം അല്ലെങ്കിൽ പേര് വന്ന മൂലകമാണ്. ഇവിടെ ഈ ഒരു മൂലകം മാത്രം, നിഹോണിയം മാത്രം കണ്ടെത്തിയത് ജപ്പാൻകാരാണ്. ബാക്കി ഈ 3 മൂലകവും കണ്ടെത്തിയത് ഏത് രാജ്യത്തുള്ളവരാണ്? റഷ്യ. സോ ആവർത്തന പട്ടികയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള 4 മൂലകങ്ങളാണിത്, ഓർത്തിരിക്കുക. 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അറ്റോമിക നമ്പർ 118 മൂലകത്തിന്റെ പേരെന്ത്? ഇത് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഇല്ലേ? ഏതാണത്? ഒഗാനസൺ. 113ാമത്തെ മൂലകം 115, 117, 118 ഇവരാണല്ലോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. നിഹോണിയം എത്രാമത്തെ ഗ്രൂപ്പിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലടോ. ഈ ലാസ്റ്റ് 2 ഡിജിറ്റ് 13ാമത്തെ ഗ്രൂപ്പ്. മോസ്കോവിയം 15ാമത്തെ ഗ്രൂപ്പ്, ടെന്നസിൻ 17ാമത്തെ ഗ്രൂപ്പ്, ഒഗാനസൺ 18ാമത്തെ ഗ്രൂപ്പ്. ക്ലിയർ ആണ്? അപ്പൊ അതും പഠിക്കാൻ എളുപ്പമായി. ദെൻ 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 18ാമത്തെ ചോദ്യം, പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നത്? അലസവാതകങ്ങൾ, നിഷ്ക്രിയവാതകങ്ങൾ, ഉത്കൃഷ്ടവാതകങ്ങൾ, 0 ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നത് 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. ഓരോ ഗ്രൂപ്പിന്റെയും പേരുകൾ ഓർത്തിരിക്കുക. 1ാം ഗ്രൂപ്പിന്റെ പേര് നമ്മൾ പറഞ്ഞു, ആൽക്കലി ലോഹങ്ങൾ. 2ാം ഗ്രൂപ്പിന്റെ പേര് എന്താ നമ്മൾ പറഞ്ഞത്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 13ാം ഗ്രൂപ്പ് മൂലകമാണെങ്കിൽ ബോറോൺ കുടുംബം. 14ാം ഗ്രൂപ്പ് മൂലകങ്ങളാണെങ്കിൽ കാർബൺ കുടുംബം. 15ാം ഗ്രൂപ്പ് ആണെങ്കിൽ നൈട്രജൻ കുടുംബം. 16ാം ഗ്രൂപ്പ് ഓക്സിജൻ കുടുംബം. 17ാം ഗ്രൂപ്പ് ഹാലോജനുകൾ. 18ാമത്തെ ഗ്രൂപ്പ് അലസവാതകങ്ങൾ. ഓക്കെ ആണ്. 19ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന മൂലകങ്ങളിൽ കപട സംക്രമണ മൂലകങ്ങളേവ? എടോ, ഞാൻ പറഞ്ഞു ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്നാണ് വിളിക്കുക. എല്ലാ സംക്രമണ മൂലകങ്ങളും ലോഹങ്ങളാണ്. ഇവർ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു, ഇങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. എന്നാൽ ഇവയിൽ നിന്നൊക്കെ വേറെ നിൽക്കുന്ന, എന്നാൽ സംക്രമണ മൂലകത്തിന്റെ ഉള്ളിലുള്ള ചില മൂലകങ്ങളുണ്ട്. അവരാരൊക്കെയാണെന്നറിയോ? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ഇവരെ 3 പേരെയുമാണ് കപട സംക്രമണ മൂലകം എന്ന് വിളിക്കുന്നത്. സോ കപട സംക്രമണ മൂലകത്തിന് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉത്തരം ഏതാണ്? കാഡ്മിയം. ആൻഡ്
നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20ാമത്തെ ചോദ്യം. ഏത് മൂലകത്തിന്റെ അറ്റോമിക നമ്പർ ആണ് 100? അറ്റോമിക നമ്പർ 100 ആയ മൂലകം ഫെർമിയമാണ്. ഫെർമിയം. അറ്റോമിക നമ്പർ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില മൂലകങ്ങൾ പറഞ്ഞുതരാം. അറ്റോമിക നമ്പർ 1 ഹൈഡ്രജൻ, 10 നിയോൺ. അതിനിടയിൽ കാർബണ്, നൈട്രജന് അതൊന്നും നമ്മൾ വേറെ പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെ. കാർബൺ അതൊന്നും അങ്ങനെ നീട്ടി എഴുതി കഴിഞ്ഞാൽ എന്തായി? 6 എന്നായില്ലേ. സോ കാർബണിന്റെ അറ്റോമിക നമ്പർ 6 ആണ്. ഓക്സിജൻ, ഓക്സിജൻ അറ്റോമിക നമ്പർ എഴുതാൻ ഒരു പണിയില്ല, 2 ഓക്സിജൻ വരച്ചു കൊടുക്കുക. പിന്നെ അറ്റോമിക നമ്പർ 100 ഇമ്പോർട്ടന്റ് ആണ്. 100 ആയ മൂലകം ഫെർമിയം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ്. പീരിയോഡിക് ടേബിൾ അല്ല, മൂലകങ്ങളും അവയുടെ വർഗീകരണവും വളരെ കുറച്ചധികം കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഏരിയ ആണ് ഇത്. നമുക്കങ്ങനെ കുറഞ്ഞ നേരം കൊണ്ട് അത് നമുക്ക് കംപ്ലീറ്റ് ആക്കി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഏകദേശം എല്ലാ ഏരിയയും ടച്ച് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് പഠിക്കുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. തൊട്ടടുത്ത ടോപ്പിക്കുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കാണാം. താങ്ക് യു.